മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ നിറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവസാനം പരിശുദ്ധാത്മാവിൻ്റെ ബാപ്റ്റിസവും നിറയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും പറഞ്ഞു. നിറയുന്നത് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് പ്രോസസ്സാണ്. അത് നമ്മൾ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാം. നമുക്ക് ശക്തി തരുന്ന അതിൽ കൂടിയാണ്. ത്രൂ ഔട്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ നിറയലിൻ്റെ അനുഭവമുണ്ട്. അതിനകത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈൽഡ് ചെയ്യപ്പെടണം എന്നുള്ളതും പറഞ്ഞു. എന്നാൽ ഇതുവഴി ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ട് രീതിയിലുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഈ എക്സ്റ്റേണൽ ശക്തിയിൽ അധികം വിശ്വസിക്കുന്നില്ല, ഇൻറ്റേർണൽ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ എക്സ്റ്റേണലായിട്ടുള്ള ഒരു ശക്തിയും ദൈവം നമ്മൾക്ക് തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയാം. അനോയിൻറ്റിങ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയാം. അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ നേരത്തെ ശിംശോൻ്റെ ഉദാഹരണം പറഞ്ഞു. ശിംശോന് എക്സ്റ്റേണൽ അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതുപോലെ പഴയ നിയമത്തിലെ ദാവീദിനെ നമ്മൾ കണ്ടു. ദാവീദിന് എക്സ്റ്റേണൽ അനോയിൻറ്റിങ് ഉണ്ടായിരുന്നു. യോസഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ അനോയിൻറ്റിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇൻറ്റേർണൽ ഉണ്ടോ എക്സ്റ്റേണൽ ഉണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില വിഭാഗങ്ങൾ അങ്ങനെ രണ്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ചിലർ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38 ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാർക്കും ഏവർക്കും ഉള്ളതല്ലോ. നമുക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വാസത്താൽ അതിനുശേഷം ഇവിടെ പത്രോസ് പറയുന്നത് പാപമോചനത്തിനായി കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. ഏറ്റുകഴിയുമ്പോഴേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നേരത്തെ ഉള്ള 1-2 എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു. സമരിയയിലുള്ളതും അതുപോലെ അപ്പല്ലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം എഫെസോസിലുള്ളതും ആയിട്ടുള്ള വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് എന്നുള്ള വാഗ്ദത്തം കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാ എന്ന വാഗ്ദത്തം അവർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്കും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2 കൂടി പറയാണ്. പാപങ്ങളുടെ മോചനവും അകൃത്യങ്ങളുടെ മോചനവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണം മൂലം പാപത്തിൻ്റെ മോചനം ഉണ്ടായി. ത്രൂ ക്രൂസിഫിക്കേഷൻ നമുക്ക് പാപമോചനം ഉണ്ടായി. ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം കുറ്റബോധമില്ലാതെ ജീവിതം നയിക്കാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുഖാന്തരം നമുക്ക് പാപമോചനം ഉണ്ടായി. അതുപോലെ യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്ക് പുതിയ ജീവൻ വന്നിരിക്കുന്നു. വീണ്ടും ജനനം നമുക്ക് വന്നത് യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, യേശു അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇവിടെ ജീവിച്ച് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് ജീവിച്ച് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ യേശു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം യേശുവിൻ്റെ മഹത്വീകരണം ആയത് അതുകൊണ്ടാണ്. ഈ മഹത്വീകരണത്തോടു കൂടിയാണ്, ആ ഗ്ലോറിഫിക്കേഷനോട് കൂടിയാണ് ഔട്ട്പോറിങ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ടായത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട്പോറിങ് ഉണ്ടായത് മഹത്വീകരണത്തോടാണ്. ക്രൂസിഫിക്കേഷൻ പാപമോചനത്തിന്, റിസറക്ഷൻ ആത്മാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം, ഗ്ലോറിഫിക്കേഷൻ അവിടെ വന്നത് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച അഥവാ ഔട്ട്പോറിങ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ലൂക്കോസ് 24:49 നിങ്ങൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. 9 ദിവസം അവർ കാത്തിരുന്നു. 10-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു. 120 പേര് അവിടെ കൂടിയിരിക്കുമ്പോൾ ശക്തിയോടുകൂടി ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി വന്നു എന്ന് കാണുന്നു. അവിടെ ഒരു സ്പിരിച്വൽ ബാപ്റ്റിസം, ഇൻഫില്ലിംഗ് ആസ് വെൽ ആസ് എംപവറിങ് രണ്ടും ഉണ്ടായി എന്ന് നമുക്ക് പറയാം. നമുക്ക് ആ ഒരു രീതി ചിന്തിക്കണം. സ്പിരിച്വൽ ബാപ്റ്റിസം, ഇന്നർ സ്ട്രെങ്ത് ആൻഡ് ഔട്ടർ സ്ട്രെങ്ത് രണ്ടും ഉണ്ടായി എന്നുള്ളത്. അകത്ത് വരുമ്പോഴേ ഇന്നർ സ്ട്രെങ്ത്, പുറത്ത് വരുന്നത് ഔട്ടർ സ്ട്രെങ്ത്. അകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
നമ്മളെ ബലപ്പെടുത്താനായി ആ ഫുൾനെസ്സിലേക്ക് നമ്മളെ നടത്താനായിട്ടാണ് അകത്തേക്ക് വരുന്നത്. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചാണ് ആ ഫുൾനെസ് അല്ലെങ്കിൽ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താണ്? നമ്മളെ കർത്താവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഒത്തിരി അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് ടു ഓവർകം അവർ സിൻ, പവർ ടു ഓവർകം അവർ സിൻ. നമ്മുടെ ഇന്നർ മാൻ ശക്തിപ്പെടുന്നു പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാനായി, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കാനുള്ള ബോൾഡ്നെസ്സിന് വേണ്ടി, മൂന്നാമത് ദൈവിക സമാധാനത്തിനായിട്ട് നിറയാനായിട്ട്. യേശുക്രിസ്തു കാറ്റും കൊടുങ്കാറ്റും തിരമാലകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, യേശുക്രിസ്തു ഹി വാസ് സ്ലീപ്പിംഗ് ഓവർ ദ ബോട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഡിവൈൻ കംഫർട്ട്. എല്ലാ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന ജീവിതത്തിലും ദൈവിക സമാധാനത്തിൽ നിറയാനായിട്ട് ഈ ഫുൾനെസ്, ആന്തരികമായിട്ടുള്ള ഫുൾനെസ് ആവശ്യമാണ്. പിന്നെ നമ്മളെ പിതാവുമായിട്ടുള്ള നിരപ്പ്, നമ്മൾ പറഞ്ഞു വെളിച്ചത്തിൽ നടക്കുന്ന അനുഭവം, പിതാവുമായിട്ടുള്ള നിരപ്പിൽ ജീവിപ്പാനായി സ്വീറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ നമുക്ക് ഈ അകത്തുള്ള ആ ഇൻവേർഡായിട്ടുള്ള നമ്മുടെ എംപവർമെൻറ്റ് ആവശ്യമാകും. വീണ്ടും നമുക്കറിയാം, അഞ്ചാമത് ഫുള്ളർ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ആൻഡ് ഫ്രൂട്ട്. ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ദാനങ്ങളും നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഫുൾനെസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ആറാമത്തെ കാര്യം, ലൈക്ക് ജീസസ് ലൈക്ക് ക്യാരക്ടർ. യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മളിലെ അതേ മൈൻഡ് സെറ്റ് നമ്മൾ വരാനായിട്ട് ഈ പരിശുദ്ധാത്മ ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള ദൈവത്തെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, നമ്മളെ യേശുക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റിലേക്ക്, യേശുവിൻ്റെ ക്യാരക്ടറിലേക്ക് നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ എംപവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇങ്ങനെയുള്ള 6 കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. പവർ ടു ഓവർകം സിൻ. സെക്കൻഡ് ഈസ് ബോൾഡ്നെസ് ടു പ്രീച്ച് ഓർ വിറ്റ്നസ് ചെയ്യാനും ഉള്ളതിന് സാക്ഷികളായി തീരുവാനായിട്ട്. പിന്നെ ദൈവിക സമാധാനത്തിൽ, മൂന്നാമത് ദൈവിക സമാധാനത്തിൽ നിറയുവാനായിട്ട്, പിതാവുമായിട്ടുള്ള സ്വീറ്റ് ഫെലോഷിപ്പിന് വേണ്ടി. അഞ്ചാമതായിട്ട് ഫുള്ളർ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആൻഡ് ആൾസോ ദ ഫ്രൂട്ട്. ആറാമത് ജീസസ് ലൈക്ക് ക്യാരക്ടർ. ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നർ മാൻ, അകത്തുള്ള മനുഷ്യൻ ബലപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടത്. എന്നാൽ എക്സ്റ്റേണലായിട്ട് നമുക്ക് ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം 40 ദിവസം മരുഭൂമിയിൽ പോയി പരീക്ഷകളൊക്കെ അകപ്പെട്ടതിന് ശേഷം യെരുശലേം ദേവാലയത്തിൽ വന്നിട്ട് യേശുക്രിസ്തു ലൂക്കോസ് 4:18 യേശുവിൻ്റെ പ്രകടന പത്രിക എന്ന് പറയുന്ന അത് വായിക്കുന്നു. യേശുക്രിസ്തു വായിക്കുന്ന ഇതാണ്: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അപ്പോഴവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയക്കുക, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക. ഈ കാര്യങ്ങളാണ് യേശു ചെയ്യാനായിട്ട് യെശയ്യാ പ്രവാചകൻ പണ്ട് പറഞ്ഞ പ്രോഫസി ഇവിടെ കൊണ്ടുവന്ന് ഫുൾഫിൽ ചെയ്യുകയാണ്. ഒരു ജീസസ് ലൈക്ക് മിനിസ്ട്രി, മിറക്കിൾസ്, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വീര്യപ്രവൃത്തികളെ, ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ എംപവർമെൻറ്റും ആവശ്യമാണ്. പഴയ നിയമത്തിൽ അതുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ ഇൻവേർഡ് മാത്രമല്ല ഔട്ട്വേർഡ് എംപവർമെൻറ്റും ആവശ്യമാണ്. നമുക്കറിയാം, ഇപ്പം ചില ആളുകൾ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ചില കാര്യങ്ങൾ ഇപ്പോഴും യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൾക്കാരെ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ കൂടി എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ട്. പണ്ട് ഉണ്ടായിരുന്നല്ലോ, കന്തക്കയിൽ സ്നാനപ്പെടുത്തിയതിന് ശേഷം ഫിലിപ്പ് അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് വേറൊരിടത്തേക്ക് കൊണ്ടുപോയി. ഇപ്പം നമ്മളെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ ആൾ ചിലപ്പം നമ്മളെയൊക്കെ ചിലപ്പം കളിയാക്കും. വാട്ട് യു ആർ സ്പീക്കിംഗ്. ഇന്നിപ്പം ഏഷ്യയിൽ നിന്ന ആൾ നാളെ ആഫ്രിക്കയിൽ നിൽക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് അവിടെ കൊണ്ടുപോയി ആ ഫ്ലൈറ്റിൽ കയറി പോയതാണ്, എന്നിട്ട് നമ്മളെ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറയാം. എന്നാൽ വിഷനിൽ കൂടിയും അല്ലെങ്കിൽ ചില പർട്ടിക്കുലറായിട്ടുള്ള ഇൻസിഡൻറ്റിൽ കൂടിയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നടക്കുമായിരിക്കാം. അത് നമ്മൾ റൂളാക്കി പറയുകയല്ല, ഞാനത് റൂളാക്കി പറയുന്നതല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിന് അത് സാധ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. ദിസ് ഈസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ എക്സ്പീരിയൻസിനകത്ത് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
ഗോഡ് ഈസ് ഇൻവിസിബിൾ, ഗോഡ് ഈസ് സ്പിരിറ്റ്. അവന് ഒംനീഷ്യനാണ്, ഒംനിപൊട്ടൻ്റാണ്, അവൻ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്, ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നുകൂടായില്ല. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഇന്നും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർക്കത് റീച്ചബിളാണ്, അത് പ്രായോഗികമാണ്. വിശ്വസിക്കാത്തവർക്ക് ഐ എം ഹെൽപ്ലെസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദർ ഈസ് നോട്ട് ഓൺലി എ സ്പിരിച്വൽ എംപവർമെൻറ്റ്, എ ഫിസിക്കൽ എംപവർമെൻറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. എന്നുവെച്ചാൽ ജീസസ് ലൈക്ക് മിനിസ്ട്രി ചെയ്തതുപോലെ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മിറക്കിൾസും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ട്. അത് നദികളായി കർത്താവിൽ നിന്ന് വന്ന് നദിയായിട്ട് ഒഴുകിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടി പോകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രകടനം ഈ ലോകത്തിൽ വന്നത് യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറിഫിക്കേഷന് ശേഷമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളിലും ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ആളുകളത് അക്സെപ്റ്റ് ചെയ്യും, ചില ആളുകളത് റിജക്റ്റ് ചെയ്യും. പവർ ഫോർ വിറ്റ്നസ്സിങ് ദൈവം തന്നിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പവറാണ് വിറ്റ്നസ് ചെയ്യാനായിട്ട്. കഷ്ടത ഏറ്റെടുക്കുമ്പോൾ ധൈര്യം തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശക്തി തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവവചനം ഗ്രഹിക്കാനുള്ള കൃപ തരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇത് ഒരു വ്യക്തിയാണ്, ഇതൊരു ശക്തിയല്ല. ശക്തിയുള്ള വ്യക്തിയാണ്. ആ വ്യക്തി നമ്മൾ വസിക്കുകയും ശക്തി നമ്മൾ കൂടി പുറപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത്. എയറിനെ കാണാൻ പറ്റത്തില്ല, ഇലക്ട്രിസിറ്റി കാണാൻ പറ്റത്തില്ല, ഹീറ്റ് കാണാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ശക്തിയുണ്ട്. എന്നാൽ അവിടെ പേഴ്സണാലിറ്റി ഇല്ല. എന്നാൽ യേശുവിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഹീ ഈസ് പവർഫുൾ ബട്ട് ജെൻറ്റിൽ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ളത്, ഒന്നുകൂടെ ഞാൻ പറയാം, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ളത് പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാലെ നിങ്ങളൊന്ന് നിറയുമോ? നിങ്ങളൊന്ന് എംപവർ ചെയ്യുമോ? നിങ്ങളുടെ ജീവിതം ഒന്ന് വിട്ടുകൊടുക്കുമോ? ചില കാര്യങ്ങളൊക്കെ ഒരു ഈൽഡ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കുമോ? നിങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുമോ? ഇന്ന് നിങ്ങളെ എല്ലാ രീതിയിലും എംപവർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നോട്ട് ഓൺലി ഇൻറ്റേർണലി ബട്ട് എക്സ്റ്റേണലി ആൾസോ. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്ന് വിട്ടുകൊടുക്കുമോ? ഇന്ന് വീര്യപ്രവർത്തികളെ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ആവശ്യമുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യ മിഷനുമായിട്ട് ചേർന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ പ്രസൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങളവിടെ ചെന്നാൽ മതി, ആ വീട്ടിൽ നിന്ന് ഈവിൾ സ്പിരിറ്റ് ഇറങ്ങിപ്പോകുന്ന കാണാം. നത്തിങ്, ദർ ഈസ് ഓൺലി എ ഫിസിക്കൽ എംപവർമെൻറ്റ്. നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായാൽ മതി. ഈവിൾ സ്പിരിറ്റ് ഇറങ്ങി ഓടിപ്പോകുന്ന കാണാം. ആൾ മറിഞ്ഞ് ഒന്നും പ്രാർത്ഥിക്കുക പോലും വേണ്ട, അവിടെ ചെന്നാൽ മതി. സോ യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഈ പരിശുദ്ധാത്മാവിന് ഇന്ന് ശക്തിയുണ്ട്, ഇത് പ്രവർത്തിക്കുന്നു. ഇത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു റൂളോ ഇതൊന്നും ഉണ്ടാക്കുകയല്ല, അതിനേക്കാളും അപ്പുറമായിട്ടുള്ള ശക്തി ദൈവത്തിനുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ളത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാം, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റഡീസ് ജനറലി നമ്മളെ എംപവർ ചെയ്യുന്ന ഈ സ്റ്റഡീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു സെഷനും കൂടിയുണ്ട്, അത് പിന്നീട് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഒരു സെഷൻ കൂടിയുണ്ട്, അത് പിന്നെ പറയാം. തീർച്ചയായും ദൈവം നമ്മളെ ഇതിൽ കൂടി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് അവൻ്റെ ശക്തിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ശക്തി എന്ന് പറയുന്നത് പവർലെസ് ക്രിസ്ത്യനായിട്ട് നമ്മളൊരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനല്ല, യേശുവിൻ്റെ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് ഡൈനാമിറ്റായിട്ട് നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ശക്തിയോടുകൂടി ഇറങ്ങി പുറപ്പെടുവാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവൻ്റെ ക്രൂസിഫിക്കേഷനിൽ നമ്മുടെ പാപം മോചിക്കപ്പെട്ടു, അവൻ്റെ റിസറക്ഷനിൽ നമ്മളെ വീണ്ടും ജന്മം പ്രാപിച്ചു, അവൻ്റെ ഗ്ലോറിഫിക്കേഷനിൽ അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി പകർന്നു വന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലെ
2000 വർഷത്തിന് മുമ്പേ ഇതെല്ലാം ഒരുക്കിയിരുന്നു എന്നുള്ളത്. വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ധൈര്യത്തോടുകൂടി നമുക്ക് പ്രയാണം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് വലിയൊരു റിലീസ് ദൈവം നിങ്ങൾക്ക് തരും. ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും. രോഗികളായിരിക്കുന്നവർ, നിങ്ങളുടെ വലങ്കരം ഏത് അവയവത്തിലാണ് നിങ്ങൾക്ക് പ്രയാസം, അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് വലിയൊരു വിടുതൽ നിങ്ങൾക്ക് വരും. ദൈവമായ കർത്താവെ, ഞങ്ങൾ കണ്ടവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണം. അതിൻ്റെ വലിയ എംപവർമെൻറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇൻറ്റേർണൽ എംപവർമെൻറ്റ് മാത്രമല്ല കർത്താവെ, എല്ലാ രീതിയിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് കർത്താവെ നിൻ്റെ സുവിശേഷവുമായി പുറപ്പെടുവാനായിട്ടുള്ള ശക്തി കൊടുക്കണം. വീര്യപ്രവൃത്തികളുടെ അടയാളങ്ങളും കർത്താവെ അവരിൽ കൂടി നടക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. രോഗികളായിരിക്കുന്നവർ ഈ സമയത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വിടുതലയക്കണമേ. അവരെ ആഗ്രഹിക്കുന്ന ഏത് അസുഖങ്ങളാണെങ്കിലും അതിൽ നിന്നുള്ളൊരു വിടുതൽ ഇന്ന് രാത്രികാലം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും ഇത് കണ്ട എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൂടെ ഇരുന്ന് സഹായിക്കുകയും നടത്തുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടതിന് എല്ലാവർക്കായിട്ട് നന്ദി. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഇത് ഈ യൂട്യൂബ് ചാനലിൽ എല്ലാ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസം 9:30 to 10 ഈ വൈകിട്ടുള്ള സമയത്ത് ഇത് വരുന്നതാണ്. നിങ്ങളത് കാതോർത്തിരിക്കുകയും നിങ്ങളത് അതിലേക്ക് പോവുകയും അത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻസും പ്രയർ റിക്വസ്റ്റും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.